കൊറോണ എന്ന് പറയും. കൊണോറയോ? അതിനാ സാധനം? ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മിനിസ് ബ്ലോഗ്. ഹായ് ഫ്രണ്ട്സ്, ഞാനിന്ന് നിങ്ങളുടെ അടുത്ത് പറയാൻ പോകുന്നത് കൊറോണയെ കുറിച്ചാണ്. നിങ്ങൾ പുറത്തിറങ്ങുമ്പോൾ മാസ്ക് ധരിക്കണം. എന്നിട്ട് നിങ്ങൾ കൈകൾ സോപ്പിട്ട് നല്ലോണം കഴുകണം. പിന്നെ സാനിറ്റൈസർ നിങ്ങളുടെ കയ്യിൽ എപ്പോഴും ഉണ്ടായിരിക്കണം. അല്ലെങ്കിൽ നിങ്ങൾ പുറത്തുപോയി കളിച്ച് കഴിഞ്ഞ് അകത്തോട്ട് കയറാൻ നേരത്ത് നിങ്ങൾ കൈയും കാലും വൃത്തിയായി കഴുകണം. പിന്നെ നിങ്ങൾ ഓഫീസിലൊക്കെ പോയി വരുമ്പോൾ നിങ്ങൾ കുളിക്കണം. പിന്നെ കയ്യിൽ സാനിറ്റൈസർ ഇട്ട് കയറണം. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ഭക്ഷണം കഴിക്കാൻ പോവില്ലേ, അന്നിപ്പോഴും നിങ്ങൾ നല്ലോണം കൈ കഴുകുക. ഇടയ്ക്കൊക്കെ ഇരിക്കുമ്പോൾ നിങ്ങൾ കൈകൾ വൃത്തിയായി കഴുകണം. പിന്നെ നിങ്ങൾ കണ്ണും മൂക്കിലും തൊടാൻ പാടില്ല. പിന്നെ നിങ്ങൾ അകലം പാലിക്കണം. പിന്നെ നിങ്ങൾ കണ്ണിലും മൂക്കിലൊന്നും തൊടാൻ പാടില്ല കേട്ടോ. തൊട്ടിട്ടുണ്ടെങ്കിൽ കൊറോണ പിടിക്കും. നിങ്ങൾ പുറത്ത് പോകുമ്പോൾ എപ്പോഴും നല്ല മാസ്ക് ഇടണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് കൊറോണ ബാധിക്കുന്നതാണ്. പിന്നെ ഈ ലോകം മുഴുവൻ കൊറോണയാവും. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നമ്മൾ പുറത്ത് പോകുമ്പോൾ മാസ്ക് ഇടണം. അല്ലെങ്കിൽ നിങ്ങൾക്ക് കൊറോണ പിടിച്ച് കഴിയുമ്പോൾ നിങ്ങൾ എല്ലായിടത്തും പോവില്ലേ, അന്നിപ്പോൾ നിങ്ങൾക്ക് കൊറോണ പിടിച്ച് എല്ലാവർക്കും പിടിക്കും. അങ്ങനെയാണ് ലോകം മുഴുവൻ കൊറോണയാവുന്നത്. പിന്നെ നിങ്ങൾ പുറത്ത് പോകുമ്പോൾ അകലം പാലിക്കണം. പിന്നെ നിങ്ങൾ കടകളിലൊക്കെ പോകില്ലേ, എന്നിട്ട് പൈസ വാങ്ങൂലേ, സാധനങ്ങളൊക്കെ വാങ്ങുമ്പോൾ പൈസ വാങ്ങൂലേ, എന്നിട്ട് നിങ്ങൾ കൈകൾ നന്നായിട്ട് സാനിറ്റൈസർ ഇട്ട് കഴുകണം. പിന്നെ ഒരു കാര്യം, നിങ്ങൾ പുറത്തുനിന്ന് വരുമ്പോൾ കൈകൾ നല്ലോണം കയറണം, നല്ല സാനിറ്റൈസർ കഴുകണം. പിന്നെ നിങ്ങൾ പുറത്ത് പോയി അകത്തോട്ട് കയറുമ്പോൾ നിങ്ങൾ കുളിച്ചിട്ട് കയറണം, അല്ലെങ്കിൽ കൊറോണ ബാധിക്കുന്നതാണ്. പിന്നെ നിങ്ങൾക്ക് കണ്ണിലും മുക്കിൽ അനാവശ്യമായി തൊടാൻ പാടില്ല. പിന്നെ നിങ്ങൾ ആരെയും ദേഹത്ത് തൊടാൻ കഴിയില്ല. പിന്നെ നിങ്ങൾ പുറത്ത് മാസ്ക് ഇട്ട് കയറണം. ഇതാണ് എൻ്റെ മാസ്ക്. ഇത് ഞാൻ നിങ്ങളെ വെക്കാൻ പഠിപ്പിക്കാം. ഞാൻ വെച്ചു. പുറത്ത് പോകുമ്പോൾ മാസ്ക് ധരിക്കുന്നതാണ്. ഇങ്ങനെ മാസ്ക് ധരിക്കണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് കൊറോണ ബാധിക്കുന്നതാണ്. ഞാനിപ്പോൾ പുറത്ത് പോയപ്പോൾ മാസ്ക് ഇട്ടിട്ടാണ് പുറത്തിറങ്ങാറുള്ളത്, അല്ലെങ്കിൽ കൊറോണ ബാധിക്കുന്നതാണ്. ഞാനിപ്പോൾ മാസ്ക് ഇടും. പിന്നെ നിങ്ങൾ കടയിലൊക്കെ പോകുമ്പോൾ പൈസ വാങ്ങുമ്പോൾ നിങ്ങൾ മറ്റുള്ളവരുടെ മാസ്ക് ഉപയോഗിക്കാൻ പാടില്ല. പിന്നെ നിങ്ങൾ മാസ്ക് ധരിച്ച് കഴിയുമ്പോൾ പിന്നെ കഴുകി വൃത്തിയാക്കി ഇടേണ്ടി. മറ്റുള്ളവരുടെ മാസ്ക് ഉപയോഗിക്കാൻ പാടില്ല. പിന്നെ നിങ്ങൾ മാസ്ക് ധരിച്ച് കഴിയുമ്പോൾ പിന്നെ കഴുകി വൃത്തിയാക്കി ഇടേണ്ടതാണ്. ഹായ് ഫ്രണ്ട്സ്, ഞാൻ നിങ്ങളെ കൈ കഴുകാൻ പഠിപ്പിക്കാം. നിങ്ങൾ എൻ്റെ കൂടെ വരൂ. ഇന്ന് നിങ്ങളെ കൈ കഴുകാൻ പഠിപ്പിക്കാം. നമുക്ക് സോപ്പിടാം. Just feel heavy tonight. Things just feel heavy tonight. ഇങ്ങനെ വൃത്തിയായി ചെയ്യുക. ഇപ്പുറത്ത് എന്നിട്ട് ഇവിടെ നല്ലപോലെ ഇങ്ങനെയൊക്കെ, എന്നിട്ട് ഇവിടെ വൃത്തിയായി ഇവിടെ രണ്ട് കൈയിലും ഇങ്ങനെ ചെയ്യുക. ഇനി നമുക്ക് കഴുകാം. എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.